ഗൈസ് ഇതുപോലുള്ള വാഹനം എല്ലാ ഷോപ്പുകളിലും കാണട്ടോ. ഇതാ 2 ചിക്കനുമായിട്ട് ഡെലിവറി പോവാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്യും, അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇത് ഒരു ദിവസം പണി മുടക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അന്നത്തെ ദിവസത്തെ കച്ചവടം തന്നെ വളരെ മോശമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വാഹനം നമ്മുടെ ഷോപ്പിലുള്ള വാഹനം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയാലും എന്ത് ചെയ്യും? ഇതുപോലത്തെ വണ്ടി എല്ലാ കോൾഡ് സ്റ്റോറിലും വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ഇപ്പം കാണാൻ കഴിയുമോ. അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങളുള്ള ഷോപ്പിലുള്ള വാഹനങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ഇലക്ട്രിക്കലുമായിട്ട് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇതാ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ. ബഹ്റൈനിൽ എവിടെയാണെങ്കിലും പറന്നെത്തും അവർ. അപ്പോൾ അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാൽ ഇലക്ട്രിക് വർക്കല്ലേ, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക്കുമായിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ ഒന്ന്, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് അബ്ദുൽ സത്താർ. നമ്പർ എന്ന് പറഞ്ഞു. 37 ഓക്കെ 37 45 35 3737 45 35. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിക്ക് ഇലക്ട്രിക് കംപ്ലൈൻറ്റ് വന്നിട്ട് അവർ വന്നായിരുന്നു, ചാർജിൻ്റെ പ്രശ്നം അവർ വന്ന് ക്ലിയർ ആക്കി. ഓക്കെ.